വടക്കൻ കേരളത്തിൽ ചൂടുപിടിക്കുന്നത് ടോളിലുള്ള പ്രതിഷേധമാണ്. പണി തീരും മുമ്പേ പിരിവ് തുടങ്ങിയതിലുള്ള അമർഷവും പ്രതിഷേധവും പലയിടങ്ങളിൽ കുമ്പളയിൽ നമ്മൾ കണ്ടു. ഇപ്പോൾ കോഴിക്കോടേക്ക് വരുമ്പോൾ ഇന്നലെ പ്രത്യക്ഷ സമരത്തിലേക്ക് പ്രതിഷേധത്തിലേക്ക് പിരിവ് തടയുന്ന നിലയിലേക്ക് കോൺഗ്രസ് പോയി. ഇന്നും ആ പ്രതിഷേധങ്ങൾ തുടരാനാണ് സാധ്യത. അതിനപ്പുറത്തേക്ക് നിയമ നടപടികളിലേക്ക് ഈ പ്രദേശവാസികൾ ആക്ഷൻ കൗൺസിലൊക്കെ നീങ്ങുമോ? ഗോകുൽ, ഗുഡ് മോർണിംഗ്. സൂചിപ്പിച്ചതുപോലെ തന്നെ മലബാറിൽ രണ്ടിടങ്ങളിൽ സമാനമായിട്ടുള്ളൊരു പ്രതിസന്ധി ഇപ്പോഴുണ്ട്. കുമ്പളയിൽ നേരത്തെ തന്നെ ഈ പ്രതിഷേധങ്ങൾ ആരംഭിച്ചിരുന്നു. നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം 60 മീറ്റർ ചുറ്റളവിൽ ഒരു ടോൾ ബൂത്ത് എന്നുള്ളതായിരിക്കണം നിയമം. എന്നിരിക്കെ 25 കിലോമീറ്റർ കഴിയുമ്പോൾ തന്നെയാണ് കുമ്പളയിൽ ടോൾ വരുന്നത് എന്നുള്ളതാണ് അവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വാദം. അതുകൊണ്ട് തന്നെ ഇത് അനുവദിക്കാൻ കഴിയില്ല, ഇത് അശാസ്ത്രീയമാണ് തുടങ്ങിയ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് അവിടെ AKM അഷ്റഫ് MLA യുടെ നേതൃത്വത്തിലുള്ള സമരം കഴിഞ്ഞ കുറേയധികം ദിവസമായി നടക്കുന്നത്. പലതരത്തിൽ MLA അറസ്റ്റ് ചെയ്യുന്നു, പോലീസുമായി കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അതൊക്കെ തുടർച്ചയായി സംഭവിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് കുമ്പളയിൽ കാണാൻ കഴിഞ്ഞിരുന്നു. എന്നാൽ കോഴിക്കോട് വെങ്ങളം രാമനാട്ടുകര റീച്ചിൽ പന്തീരങ്കാവിൽ ഇന്നലെയാണ് ടോൾ പിരിവ് ആരംഭിച്ചത്. ഇതേ തുടർന്ന് ഇന്നലെ DCC പ്രസിഡന്റ് K പ്രവീൺകുമാറിന്റെ നേതൃത്വത്തിൽ ഈ ടോൾ പിരിക്കുന്നത് തടയാൻ ശ്രമം നടത്തുകയും തുടർന്ന് പോലീസുമായ ഒരു കയ്യാങ്കളിയിലേക്കൊക്കെ കാര്യങ്ങൾ പോകുന്ന സാഹചര്യമുണ്ടായി. ഇന്ന് അതിൻ്റെ ഒരു വർദ്ധിത വീര്യത്തിലുള്ള സമരം കാണാൻ കഴിയുമെന്നാണ് DCC പറയുന്നത്. കാരണം അവർ മുന്നോട്ട് വയ്ക്കുന്ന ചില കാര്യങ്ങളുണ്ട്. പ്രദേശവാസികളായിട്ടുള്ള ആളുകൾക്ക് പൂർണ്ണമായി ഇളവ് അനുവദിക്കുക. അവർ നിരന്തരം ഇങ്ങനെ ഈ ടോൾ പ്ലാസയിലൂടെ കടന്നു പോകേണ്ടുന്ന ആളുകളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് പൂർണ്ണമായി ഇളവ് അനുവദിക്കുക. നിലവിലത്തെ സാഹചര്യത്തിൽ അവർക്ക് 340 രൂപ അടച്ചുകൊണ്ടുള്ള ഒരു പാസ്സാണ് അനുവദിച്ചിട്ടുള്ളത്. ഇത് പൂർണ്ണമായി ഒഴിവാക്കി അവർക്ക് പരിപൂർണമായി സൗജന്യം അനുവദിക്കുക. മറ്റൊന്ന് ഈ സർവീസ് റോഡുകളുടെ കാര്യമാണ്. സർവീസ് റോഡുകളുടെ നീളം വളരെ കുറവാണ് എന്ന് മാത്രമല്ല യാത്രക്കാർക്ക് നടന്നു പോകാനുള്ള പാതയുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ ഒരുക്കണം, അനുബന്ധ സൗകര്യങ്ങൾ പൂർത്തിയാക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ അവിടെ നാട്ടുകാരും കോൺഗ്രസും ചേർന്നുകൊണ്ട് പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. ഇന്ന് രാവിലെ 8:30 മുതൽ കടന്നു പോകുന്ന ടോൾ പിരിവ് നടക്കുകയാണെങ്കിൽ അപ്പോൾ വാഹനങ്ങൾ തടയും, അവിടെ പ്രതിഷേധിക്കുമെന്നാണ് DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ അറിയിക്കുന്നത്. ശരി നിഖിൽ, ഏതായാലും കരാർ പ്രകാരമുള്ള വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ട് അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കാതെ തന്നെയാണ് ഈ കൊള്ളപ്പിരിവിലേക്ക് പോകുന്നതെന്നാണ് ആരോപണം. അതിനെതിരെ ശക്തമായ പ്രതിഷേധം കാസർഗോഡ് കണ്ടതാണ്, ഇന്നലെ കോഴിക്കോടും കണ്ടു. അത് തുടരുമെന്നതാണ് കോൺഗ്രസിന്റെയും നിലപാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.